ലോകത്തിലെ തന്നെ ഏറ്റവും പ്രചാരത്തിലുള്ള വിലയേറിയ അമേരിക്കൻ കോഫി ബ്രാൻഡാണ് സ്റ്റാർബക്സ്. ഈ ഒരു അമേരിക്കൻ കോഫിയെ വെല്ലുന്ന ഒരു കോഫി നമ്മുടെ കേരളത്തിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നല്ല ഉയർന്ന നിലവാരത്തിലും രുചിയിലുമുള്ള സ്റ്റാർബക്സ് കോഫിയുടെ അതേ രുചിയിലും മണത്തിലുമാണ് പഴയകാല പരമ്പരാഗത തമിഴ് ബ്രാഹ്മണ കുടുംബങ്ങളിൽ മാത്രം കണ്ടുവരുന്ന ചില രഹസ്യ ചേരുവകൾ വെച്ചാണ് ഈ ഒരു പ്രധാന കോഫി തയ്യാറാക്കുന്നത്. പഴയ പാട്ടിയമ്മമാർ തയ്യാറാക്കുന്ന ഈ ഒരു കോഫിക്ക് സ്റ്റാർബക്സിൻ്റെ അതേ രുചിയും മണവും തന്നെയാണ്. നമുക്ക് തയ്യാറാക്കാം അമേരിക്കൻ കോഫി വീട്ടിൽ തന്നെ. വരൂ. തമിഴ്നാട്ടിൽ മാത്രം കിട്ടുന്ന കാപ്പിക്കുരു വറുത്ത് പൊടിച്ചാണ് ഈ ഒരു കോഫി തയ്യാറാക്കുന്നത്. നല്ല അടികട്ടിയുള്ള പാത്രത്തിൽ 1/2 കപ്പോളം വരുന്ന വെള്ളം വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. സാധാരണയായി അഗ്രഹാരങ്ങളിൽ നാടൻ കാപ്പിക്കുരു വറുത്ത് പൊടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങളുടെ എളുപ്പത്തിനായി ഞാനിവിടെ ബ്രൂവിൻ്റെ ഗ്രനേഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു കാപ്പിപ്പൊടിയും വെള്ളവും തമ്മിൽ നന്നായിട്ട് ചേർന്ന് വരട്ടെ. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമേ പാൽ ചേർക്കാവൂ. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ കാപ്പിപ്പൊടിയും വെള്ളവും തമ്മിൽ നന്നായിട്ട് ചേർന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പാല് ചേർക്കാവുന്നതാണ്. വെള്ളം ചേർക്കാത്ത 300 ഗ്രാമോളം വരുന്ന ശുദ്ധമായ പശുവിൻ പാലാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾ ആദ്യമായി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കാച്ചി കുറുക്കി വെച്ചിരിക്കുന്ന 300 ഗ്രാമോളം വരുന്ന ഈ ഒരു പാല് ചേർത്ത് കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, പാല് ചേർക്കുന്നതിനോടൊപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കേണ്ടതാണ്. അല്ലെങ്കിൽ പാല് പാട പിടിക്കാൻ സാധ്യതയുണ്ട്. പാല് നന്നായി ഇളക്കി യോജിപ്പിച്ചത് കൊണ്ട് തന്നെ ഇനി ഫ്ലെയിം ഓണാക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. പാല് ചെറിയ രീതിക്ക് തിളച്ച് വരുന്നുണ്ട്. പഞ്ചസാര ചേർക്കാൻ സമയമായി. നമ്മൾ വെച്ചിരിക്കുന്ന പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാവുന്നതാണ്. നിങ്ങളുടെ അളവിന് മാത്രം പഞ്ചസാര ചേർക്കുക. ഞാനിവിടെ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പാലും പഞ്ചസാരയും കാപ്പിപ്പൊടിയുമായി നന്നായിട്ട് തിളച്ച് യോജിച്ച് വരുന്നുണ്ട്. പഴയ തമിഴ് ബ്രാഹ്മണ അഗ്രഹാരത്തിലൂടെ നടക്കുമ്പോഴുണ്ടാകുന്ന ഒരു തരത്തിലുള്ള കോഫിയുടെ മണം അഗ്രഹാരത്തിൽ എത്തിയതുപോലെയുണ്ട്. ഈ ഒരു കോഫിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാൽ നോമ്പ് തുറ സമയത്തും കുടിക്കാവുന്ന ഒരു കോഫിയാണ്. രാവിലെ മുതലുള്ള ക്ഷീണം ഈ ഒരു ഒറ്റ കോഫി കൊണ്ട് ഇല്ലാതെയാകും. ഒന്ന് കുടിച്ചു നോക്കൂ. അങ്ങനെ നമ്മുടെ പാത പതഞ്ഞ സ്റ്റാർബക്സ് കോഫിയെ വെല്ലുന്ന കോഫി നമ്മുടെ കേരളത്തിൽ, അതും നോമ്പ് തുറ സമയത്ത് തന്നെ തയ്യാറാക്കിയിരിക്കുകയാണ്. നിങ്ങളും ഒന്ന് തയ്യാറാക്കി കുടിച്ചു നോക്കൂ. ഒരിക്കലും മറക്കില്ല ഈ ഒരു തമിഴ് ബ്രാഹ്മിൻ കോഫി. എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ രഹസ്യ ചേരുവകൾ അടങ്ങിയ പുതിയ റെസിപ്പിയുമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതുവരെ ടാറ്റാ, ബൈ. ഒരുപാട് സംസാരിച്ച് തൊണ്ടയിലെ വെള്ളം വറ്റിയത് അറിഞ്ഞില്ല. ഞാൻ ഏതായാലും ഈ കോഫി ഒന്ന് കുടിക്കട്ടെ. ഈ ഒരു കോഫി കുടിക്കാൻ ഒരു രീതി ഉണ്ട് കേട്ടോ. നല്ല ചൂടോടെ തിളച്ചിരിക്കുന്ന കോഫി ആവി പറക്കുന്ന രീതിയിൽ ഊതി ഊതി വേണം കുടിക്കാൻ. അങ്ങനെ കുടിക്കുന്ന ആ ഒരു രുചി അത് പറഞ്ഞറിയിക്കാനേ കഴിയില്ല. ആഹാ, എന്താ രുചി! അടിപൊളി. എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ.